എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഭാരതപ്പുഴയുടെ ഭാഗങ്ങളാണ്. അതായത് ഭാരതപ്പുഴ ഇവിടെ വന്നു ചേരുന്നത് അറബിക്കടലിലാണെന്ന് അറിയാലോ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഒഴുകി ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ അറബിക്കടലിലേക്കാണ് ഭാരതപ്പുഴ പോയി ഒഴുകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ചില മനോഹാരിതയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് കാണാൻ കഴിയും ഭാരതപ്പുഴ പോയി അഴിമുഖ ഭാഗത്തേക്ക് പോകുന്നത്. അതായത് ഈ ദൃശ്യം എന്ന് പറയുന്നത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ചന്തപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ചന്തപ്പടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കർമ്മ റോഡുണ്ട്. ചന്തപ്പടിയിൽ നിന്ന് ഒരു കർമ്മ റോഡുണ്ട്. ആ കർമ്മ റോട്ടിലേക്ക് ഒരു 10 മിനിറ്റ് നടന്നാൽ നമ്മൾ കർമ്മ റോട്ടിലെത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഈ പ്രകൃതി മനോഹരമായ കാഴ്ച കാണാം. ഇന്ന് ഇപ്പോൾ സമയം ഒരു 7:45. നിശബ്ദമായൊരു അന്തരീക്ഷത്തിൽ വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്ന് സൂര്യനൊന്നും ഉദിച്ച് കാണുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ഈ 2025 എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് മഴ പെയ്തൊരു സമയമായിരുന്നു. മഴ നമുക്ക് ആവശ്യമാണ്. അത്യുഷ്ണത്തെ സഹായിക്കാൻ മഴ ആവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഇന്ന് നല്ലൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. സൂര്യനെ കാണുന്നില്ല. കാർമേഘങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കണം. മഴയുടെ ഒരു പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ഭാരതപ്പുഴയിൽ നമുക്ക് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസ് കുറച്ച് അങ്ങോട്ട് പോയാൽ ബോട്ട് സർവീസ് ഉണ്ട്. ഇവിടെ കുറച്ച് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദമായ ഒരു അന്തരീക്ഷം. ഇപ്പോൾ ഇവിടെ ഇതിൽ കൂടെയൊക്കെ ഇറങ്ങിപ്പോയാൽ ഇതവിടെ പടികളുണ്ട്. ഇതിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താവാം ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബോട്ട് സർവീസാണ്. ബോട്ടിലേക്ക് കയറാൻ പറ്റും. ബോട്ട് സർവീസ് ഉണ്ട്. നമ്മൾ ഒരാൾക്ക് ഇത്ര രൂപ കൊടുത്തിട്ട് ബോട്ടിൽ കയറിയിട്ട് അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഭാഗം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പോയിട്ട് ഇപ്പോൾ നമുക്കറിയാലോ കേരളത്തിലെ ഏറ്റവും വീതി കൂടിയൊരു നദിയാണ് ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴ പോയി അവസാനിക്കുന്നത് അറബിക്കടൽ അറ്റത്ത് കടലിലേക്ക് ചേരുന്ന അഴിമുഖം, പൊന്നാനി അഴിമുഖം ഹാർബർ ഭാഗമൊക്കെയാണ് അറ്റത്ത് കാണുന്നത്. അപ്പോൾ ഇവിടെ കർമ്മ റോട്ടിലുള്ള ഭാരതപ്പുഴയുടെ ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെയൊക്കെ സസ്യങ്ങളൊക്കെ മണ്ണൊക്കെ കൂടിയിട്ട് പുഴ രണ്ടായിട്ട് അപ്പുറത്ത് ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഇത് വീതി കുറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭാരതപ്പുഴയുടെ ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഈ ഭാരതപ്പുഴ നമുക്ക് എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അതായത് നമുക്കറിയാലോ ഇപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. വെള്ളം വളരെ അത്യാവശ്യമാണ് അറിയാം നമുക്ക്. അതുപോലെ ഈ പുഴയായി ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ജീവികളും ആവാസ വ്യവസ്ഥയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തുമ്പപ്പൂ കാണുന്നുണ്ട് കേട്ടോ. തുമ്പൊന്നും ഇപ്പോൾ കാണാറില്ല. പക്ഷെ അത് തുമ്പപ്പൂ കാണും. അങ്ങനെ കുറേ ചെടികളും പിന്നെ വെള്ളത്തിൽ കുറേ ജീവികളും മത്സ്യങ്ങളും മറ്റ് ജീവികളും അപ്പുറത്തെ ഭാഗത്തൊരു കൊക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും എല്ലാവർക്കും ജീവിക്കണ്ടേ? നമുക്ക് ചുറ്റും പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥയിൽ എല്ലാവർക്കും ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുഴയെ എന്ത് ചെയ്യാൻ പാടില്ല? മലിനപ്പെടുത്താൻ പാടില്ല. മാത്രമല്ല നമുക്ക് ഇപ്പോൾ സർക്കാരൊക്കെ ഈ കർമ്മ റോട്ടിൽ കുറേ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊരു ബോട്ട് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐ ലവ് കർമ്മ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടിംഗ് സർവീസാണ് ഐ ലവ് കർമ്മ. അപ്പോൾ ഇവിടെ സമയമായിട്ടില്ല, വൈകിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതി വെച്ചതാണ്. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ കുറച്ച് വൃക്ഷങ്ങളും പിന്നെ രാവിലെ നടത്തത്തിനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ നിർത്തി വെച്ചിട്ട്
ഇവിടെയൊക്കെ നടക്കാനായിട്ട് പോകും. പിന്നെ പല ആൾക്കാരും എക്സസൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രകൃതിയിലെ നിശബ്ദമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ. ആകാശമൊക്കെ എന്ത് മനോഹരമാണ്. നിശബ്ദമായ അന്തരീക്ഷത്തിൽ നദി ഇങ്ങനെ വല്ലാതെ ഒഴുക്കില്ല, എന്നാലും ഇങ്ങനെ ചെറുതായി ഒഴുകാണ്. പിന്നെ വെള്ളമൊക്കെ കുറവാണ്. ഇപ്പോൾ വേനൽക്കാലമാണ്, വെള്ളമൊക്കെ കുറഞ്ഞൊരു സമയമാണ്. ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ പെരുന്നാൾ വിഷുവൊക്കെ ആയിട്ട് കുറച്ച് റൈഡൊക്കെ കാണുന്നുണ്ട്. അപ്പുറത്ത് മറ്റേ ഭാഗത്ത് റൈഡിൻ്റെ ഭാഗമാണ് അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ പൊന്നാനി നഗരസഭയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ മനോഹരമായ കാഴ്ച അങ്ങനെ കാണാൻ കഴിയും. പിന്നെ റൈഡുകളാണ് ഇവിടെ അങ്ങനെ കാണുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പടികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പുഴയിലേക്ക് ഇറങ്ങാൻ കുളിക്കാനാണോ എന്താണെന്ന് അറിയില്ല, എന്താവശ്യത്തിനും അറിയില്ല. പുഴയിലേക്ക് ഇറങ്ങാനാണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ മത്സ്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ, നീന്തി പോണൊക്കെ കാണുന്നുണ്ട്. എന്ത് ഭംഗിയുള്ള തെളിഞ്ഞ വെള്ളമാണെന്നറിയാം. തെളിഞ്ഞ വെള്ളം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് കാണുന്നത്. ഈ ഭാഗം പടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ്. റൈഡുകളൊക്കെ അപ്പുറത്ത് വലത് ഭാഗത്ത് കാണുന്നത്. ഇങ്ങനെ അപ്പുറത്ത് നമുക്ക് കാണാം ഈ പുഴയുടെ 2 ഭാഗങ്ങൾ അപ്പുറത്ത്. ഇത് പകുതിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, പകുതിയായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് വീതി കുറഞ്ഞു കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഭാഗങ്ങളും കാണാൻ കഴിയും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പെരുന്നാൾ വിഷുവൊക്കെ ആയിട്ട് കുറച്ച് റൈഡിങ്ങൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും സൂപ്പറായിട്ടുള്ളത് നമുക്ക് ഈ പുഴ തന്നെയാണ്. അതായത് ഭാരതപ്പുഴയിൽ ഇത് കർമ്മ റോഡിൻ്റെ വികസനത്തിന് സർക്കാർ കുറേ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നല്ല വികസനമൊക്കെ നടപ്പിലാക്കിയിട്ട് ജനങ്ങൾക്ക് നല്ല സന്തോഷിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ റൈഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമാണ്. സർക്കാരിൻ്റെ കുറച്ച് ഓഫീസുകളൊക്കെയാണ്, ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ ഓഫീസുകളുടെ റൈഡ് കർമ്മ വെബ് 2025 എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ബോർഡ് കാണുന്നത്. വിഷുവോണൊക്കെ ആയിട്ടാണ് ആ സംഭവം. അങ്ങനെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പിന്നെ സർക്കാരിൻ്റെ ഓഫീസുകൾ, അതായത് പൊന്നാനി നഗരസഭയുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്, ബിൽഡിങ്ങാണ് അത്. ജനങ്ങൾക്ക് വിനോദത്തിനും പിന്നെ പൊതുപരിപാടികൾ, സർക്കാരിൻ്റെ പൊതുപരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട്. പിന്നെ ഇവിടെ പൊന്നാനി നഗരസഭയുടെ വാട്ടർ ATM എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. പിന്നെ നല്ലൊരു ബിൽഡിങ്, പൊന്നാനി നഗരസഭ നിങ്ങളാ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നാണ് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ആൾക്കാർക്ക്, കുട്ടികൾക്കൊക്കെ ഒന്ന് വിശ്രമിക്കാനും കുറച്ച് നേരം ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം ഇവിടെ കാണുന്നുണ്ട്. ഇരിക്കാനും കുട്ടികളുടെ ചെറിയ പാർക്ക്, കുറച്ച് കുട്ടികളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രകൃതി മനോഹരമായ കാഴ്ച ഇവിടെ എന്ത് ചെയ്യാം, നിർത്താം. അപ്പോൾ നിങ്ങളെ ഈ പ്രകൃതി ഈ പുഴയെ സംരക്ഷിക്കാനും മാലിന്യമുക്തമാക്കാനും നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല ആവാസ വ്യവസ്ഥയ്ക്കും അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായിട്ട് ദൃശ്യം കാണിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പുറത്ത് പുഴയുടെ മറ്റേ ഭാഗം കാണാം അപ്പുറത്ത്. അപ്പോൾ ഈ ദൃശ്യം നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.